ഒരു നല്ലൊരു ജീവിതമാണ് തകർത്തി കളഞ്ഞത് ചെമ്മലപ്പറമ്പുള്ള അയൽവാസി നാട്ടുകാരും. ഒരു ഇവിടുന്ന് വന്നത് ഫറൂഖിന്ന് വന്ന ഒരു ടീം നല്ലൊരു ടീമാണ്. കാരണം ആ കുട്ടിക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ടേക്കാരം നമ്മുടെ വീട് കാണാൻ വേണ്ടി വന്നത് ആ കുട്ടീൻ്റെ ഉപ്പിയും ആ കുട്ടീൻ്റെ ഉമ്മയും. അത് ഇവിടെ ചെമ്മലപ്പറമ്പുള്ള അയൽവാസികളും നാട്ടുകാരും മുടക്കിക്കുകയാണ്. ഞാൻ സുഖമില്ലാത്ത ആളാണ്, ഞാൻ ബുദ്ധിയില്ലാത്തവനാണ്, ബുദ്ധിയില്ലാത്തവനക്ക് ഇവിടെ പെണ്ണില്ല എന്നൊക്കെയാണ് ആ ഫറൂഖിലുള്ളവരോട് പറഞ്ഞെടുത്തിട്ടുണ്ട്. എന്താണ് ഞാൻ ഈ ചെമ്പറമ്പുള്ള അയൽവാസികളും നാട്ടുകാരോടും ഞാൻ ചെയ്തത്? ഞാൻ എൻ്റെ വീടിട്ടുകൊണ്ട് പോവല്ലാതെ ഞാൻ ആരെങ്കിലും ദ്രോഹിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ എന്തെങ്കിലും ചെയ്തോ? ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമല്ല പറഞ്ഞത്. ഇന്ന് നാട്ടിൽ നടക്കുന്ന ലഹരിയും കഞ്ചാവും മയക്കേറിനും MBM-ഉം അതുപോലെ തന്നെ കഞ്ചാവ് പോട്ടെ, ലഹരി പോട്ടെ, MBM പോട്ടെ, മയക്കുമരുന്ന് പോട്ടെ സാധനമല്ലേ ഞാൻ പറഞ്ഞത്. അതിലേക്ക് പോകണ്ട പറഞ്ഞത് അല്ല. ഞാൻ എന്തെങ്കിലും നിങ്ങളെ പറ്റി പറഞ്ഞോ? ഇല്ല. പിന്നെന്താണ്? ഞാൻ ചെമ്പറമ്പിലുള്ള നിങ്ങളെ മകളെ കെട്ടിട്ടുണ്ടോ? ഇല്ല. വിട്ടുന്ന് വന്നൊരു ടീം ആ ഫറൂഖിന്ന് വന്ന് അത് നിങ്ങൾ മുടക്കി. മനുഷ്യന്മാർ നല്ലവരുണ്ട്, വടക്കാച്ചിയുണ്ട്, എല്ലാം ഉണ്ട്. മനുഷ്യന്മാർ നല്ലതുണ്ട്, വടക്കാച്ചിയുണ്ട്. പക്ഷേ ഇത് ചെയ്യാൻ പാടില്ല എന്ന് നല്ല മനുഷ്യന്മാർക്ക് ചിന്തിച്ചറിയാം. എന്നാൽ ചീത്ത മനുഷ്യന്മാർക്ക് ചിന്തിക്കാൻ അറിയില്ല. കാരണം ഒരു ജീവിതം തകർത്തിയാണ് അവരെ ഒറ്റ കാരണത. എന്തിനാണ് ഒരു പെൺകുട്ടിന്റെ ഭാവി തകർത്തുന്നത്? ഇനി ആ പെൺകുട്ടി എന്താ മനസ്സിലാക്കുക? ഇനി ആ പെൺകുട്ടി ഉപ്പ എന്താ മനസ്സിലാക്കുക? നമ്മൾ പൊട്ടന്മാരാണോ? നമുക്ക് ബുദ്ധിയൊക്കെ ഉണ്ട്, വികരമുണ്ട്, എല്ലാം ഉണ്ട്. വികരം ഉണ്ടായിട്ട് തന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. വികരമില്ലെങ്കിൽ ആരെയും യൂട്യൂബ് ചാനൽ തുടങ്ങുമോ? വികരം ഉണ്ടായിട്ടല്ലേ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. വീട് ചെയ്യുന്നോ? ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതാ. എൻ്റെ കാര്യങ്ങളൊക്കെ ഞാനാ ചെയ്യുന്നത്. അല്ലാതെ ചെമ്മറമ്പുള്ള അയൽവാസി നാട്ടുകാരല്ല ചെയ്യുന്നത്. ഞാൻ തന്നെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മനസ്സിലേ? എൻ്റെ കാര്യങ്ങളൊക്കെ ഞാനാ ചെയ്യുന്നത്. അല്ല ഓല സൗകര്യത്തിനല്ലേ ഞാൻ ഇന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ആൾക്കാർ കുറ്റം പറഞ്ഞ് നടത്ത കാര്യം നാളെ മരിച്ചു പോണ തടിയല്ലേ? ചെയ്യാൻ പാടുണ്ടോ? അത് തെറ്റല്ലേ? അതിന് ആർക്കവിടെ ആരാണ് പിരാന്തന്മാർ? ഞാൻ പിരാന്തനാണോ? എനിക്ക് ബുദ്ധിയൊന്നുമില്ലേ? എനിക്ക് കല്യാണം കഴിക്കാൻ പാടില്ലാണോ? ഞാൻ ബുദ്ധിയിട്ടാളാ? ഞാനെന്താ പൊട്ടനാണോ? എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ചെമ്പറമ്പുള്ള അയൽവാസി നാട്ടുകാർ നമ്മളിട്ടുകൊണ്ട് ചവിട്ടി താത്തുന്നത്. എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യാൻ പാടില്ലട്ടോ. കാരണം ഒരാൾ വരുമ്പോൾ അന്വേഷിക്കാൻ വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് പറയല്. ഓൻ പൊട്ടനാണ്, ഓൻ ബുദ്ധിയില്ലാത്തതാണ്, ഓന് വികരമില്ല, ഓന് പെണ്ണ് കൊണ്ടിറക്കാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? എനിക്കറിയാം. എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്കറിയാം. ഞാൻ തന്നെ എൻ്റെ കാര്യം ചെയ്യല്. ഞാൻ എൻ്റെ ഡ്രസ്സ് തിരുമ്പല്, പാൻറ് തിരുമ്പുന്നു, ഡ്രസ്സ് തിരുമ്പുന്നു ഒക്കെ ഞാനാണ് ചെയ്യുന്നത്. അല്ല എനിക്കാരും സഹായം ചെയ്യില്ല. മനസ്സിലായില്ലേ? ഞാനാണ് പൊടിക്കല്. ശരിയല്ലേ? അല്ല ഞാനാ ചെയ്യല്. പിന്നെ എന്ത് വർത്തമാനമാണ് ഈ ചെമ്പറമ്പുള്ള അയൽവാസി നാട്ടുകാരും എന്നെ പറ്റിക്കൊണ്ട് കുറ്റപ്പെടുത്തുന്നത്? ഞങ്ങളിട്ടുകൊണ്ട് ഇറങ്ങാറാക്കുന്നത്, തകർത്തുകയാണ് ചെയ്യുന്നത്. വരുന്ന കല്യാണമൊക്കെ ഇങ്ങനെ മുടക്കിയാൽ പിന്നെ കല്യാണം ശരിയാവുമോ? ഈ ചെമ്പറമ്പുള്ള നാട്ടുകാരും അയൽവാസികളും ഇങ്ങനെ ഇരുന്നുകൊണ്ട് മുടക്കിയാൽ ഒത്തോട്ടക്ക് നിന്നുകൊണ്ട് കുറ്റം പറഞ്ഞ് മുടക്കുക. എന്താവശ്യമാണ് ഇതൊക്കെ? എന്താവശ്യം? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നാളെ ആ പെണ്ണിൻ്റെ ഉമ്മയും എന്താ വിചാരിച്ച? ഞാൻ പൊട്ടനാണോ? ഞാൻ ബുദ്ധിയില്ലാത്തതാണോ? ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കുന്ന ഈ ചെമ്പറമ്പുള്ള നാട്ടുകാരായ അയൽവാസികൾക്ക് ഇത്രയും ബോധമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം.